നല്ലൊരു തലക്കറിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ തലക്കറി വെക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, കാന്താരി മുളകാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് സവാള ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. ശേഷം അതിലേക്ക് കാന്താരി മുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കാണിച്ച പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ണൻ മീനിൻ്റെ തല കഷ്ണം വെച്ചിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തലക്കറിയൊക്കെ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ശേഷം നേരത്തെ കാണിച്ച പുളി പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തല കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പുളി തിളയ്ക്കുന്നതിനോടൊപ്പം തല കഷ്ണങ്ങളും വേവട്ടെ. ഇനിയൊരു 10-15 മിനിറ്റോളം മീനും പുളിയും കിടന്ന് അങ്ങനെ വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് പുളി നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. പുളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പെല്ലാം പാകമാണ്. അപ്പോഴേക്കും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി മുറിച്ച് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അത് പുളിയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. തക്കാളി അരച്ചത് ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. ഒരു അടിപൊളിയായിട്ടുള്ള തലക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ.